ചോദ്യമുനയിൽ തടിയൻടവട നസീറിന്റെ കൂട്ടാളികൾ. തടിയൻടവട നസീറിനെ സഹായിച്ച കേസിൽ അറസ്റ്റിലായ 3 പേരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. നസീർ ജയിലിൽ ഇരുന്ന് പദ്ധതിയിട്ട ഭീകരാക്രമണങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചോദ്യം ചെയ്യൽ. നസീറിന്റെ മൊബൈൽ ഫോണുകളിൽ കണ്ടെത്തിയ ഓഡിയോ സന്ദേശങ്ങളെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും. ഇന്നലെ രാത്രി വൈകിയും 3 പേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, പല കാര്യങ്ങളും ചോദിച്ചറിയാനുണ്ട്. തടവറയിലിരുന്നും എങ്ങനെയാണ് ഈ തീവ്രവാദ പദ്ധതികൾ തടിയൻടവട നസീറും കൂട്ടാളികളും ചെയ്തത്? ഇവരിൽ നിന്ന് എന്തൊക്കെ സഹായം തടിയൻടവട നസീറിന് ലഭിച്ചു എന്നതൊക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെ ഈ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയുന്നത്? രേണുക, തടിയൻടവട നസീർ എന്ന ഭീകരവാദിക്ക് സ്വന്തം വീട്ടിൽ കിട്ടുന്ന സൗകര്യത്തേക്കാൾ കൂടുതൽ പരപ്പന അഗ്രഹാര ജയിലിൽ കിട്ടി എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ജയിലിലെ 2 ഉദ്യോഗസ്ഥരടക്കം അതുപോലെ മറ്റൊരു നസീറിൻ്റെ മറ്റൊരു കൂട്ടാളിയായിരുന്ന ജുനൈദ് അഹമ്മദ് എന്ന് പറയുന്ന ആളുടെ അമ്മയടക്കം 3 പേരെ NIA കസ്റ്റഡിയിലെടുത്തത്. ഈ 3 പേരെയും ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഒരുപാട് നിർണായകമായ വിവരങ്ങൾ NIAക്ക് ലഭിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട വിവരം, ഈ പരപ്പന അഗ്രഹാര ജയിലിലെ ഒരു സൈക്കാട്രിസ്റ്റ് കൺസൾട്ടൻ്റ് ഉണ്ട്. അയാളുടെ പേര് ഡോക്ടർ നാഗരാജ് എന്നാണ്. ഇയാളാണ് ഈ നസീറിന് ജയിലിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടെത്തിച്ച് ഈ മൊബൈൽ ഫോണിലൂടെയാണ് ഇയാൾ പലരിലേക്കും വിവരങ്ങൾ കൈമാറുന്നതും അതുപോലെ ജയിലിനുള്ളിലെ മറ്റ് തടവുകാരുമായിട്ട് തൻ്റെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സ്ലീപ്പർ സെല്ലുകളാകാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതും. അതുപോലെ മറ്റൊരു ആൾ ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലായത് ഈ ജയിലിലെ തന്നെ ASI ആണ്. ASIയുടെ പേര് ASI ചാൻ പാഷ എന്നാണ്. ഇയാൾ ചെയ്തത് ഈ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ അതുപോലെ പോലീസിൻ്റെ നീക്കങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നസീറിനെ കൃത്യമായി അപ്പോൾ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഈ ചാൻ പാഷയുടെ ഉത്തരവാദിത്വം. അതുപോലെ ഇപ്പോൾ അറസ്റ്റിലായ മറ്റൊരു യുവതിയുണ്ട്, ഒരു ജുനൈദ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു കൊലയാളിയുടെ അല്ലെങ്കിൽ ഒരു പ്രതിയുടെ അമ്മ, അനീസ് ഫാത്തിമ എന്നാണ് ഇവരുടെ പേര്. ഇവർ ചെയ്തത് കൃത്യമായി നസീറിന് ആവശ്യമായ പണം ജയിലിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ പുറത്തുള്ള വിവരങ്ങൾ നസീറിന് കൃത്യമായി എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ അനീസ് ഫാത്തിമയുടെ ഉത്തരവാദിത്വം. അങ്ങനെ ഈ 3 പേരെയും NIAയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 2023 പരപ്പന അഗ്രഹാര ജയിലുമായി ബന്ധപ്പെട്ട് അത് കേന്ദ്രീകരിച്ച് ചില ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് NIAക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അന്ന് തുടങ്ങിയ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 3 പേരെയും പോലീസ് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡോക്ടർ നാഗരാജ് ജയിലിനകത്തേക്ക് ഈ മൊബൈൽ ഫോൺ എത്തിച്ചത് മരുന്ന് പെട്ടിക്കുള്ളിലാക്കി എന്നുള്ളതാണ്. ഇത്തരത്തിൽ മരുന്ന് പെട്ടിക്കുള്ളിലാക്കി ഫോണുകൾ നസീറിന് എത്തിക്കുന്നു. അതിനുശേഷം നസീർ പറയുന്ന ആൾക്കാർക്കും ഈ ഡോക്ടർ നാഗരാജ് ഫോണുകൾ എത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ NIAയുടെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഈ ഫോണുകളിലൂടെ നസീറിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നാഗരാജ് സഹായിച്ചു. അതായത് നാഗരാജ് സ്വന്തം ശബ്ദത്തിൽ മറ്റു തടവുകാർക്കും വിവരങ്ങൾ കൈമാറി എന്നുള്ള വിവരങ്ങളും NIA ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ രാത്രിയും ഇപ്പോഴും ചോദ്യം ചെയ്ത് തുടരുകയാണ്. 3 പേരെ ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കിരുത്തിയുമാണ് ചോദ്യം ചെയ്യുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ വിവരം, തടിയൻടവട നസീർ ജയിലിൽ ഇരുന്നു കൊണ്ട് നടത്താൻ പദ്ധതിയിട്ട ഒരു ഭീകരവാദ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ NIAക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതെന്താണെന്നുള്ളത് NIA പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഈ കൂടുതൽ പദ്ധതികൾ എന്തായാലും ഈ ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ നസീർ പദ്ധതിയിട്ടു എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ പണം എത്തിച്ചു. ഈ ഇത്തരത്തിൽ 2 സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു പ്രതിയുടെ അമ്മയും ഇത്തരത്തിൽ ജയിലിൽ വിവരങ്ങൾ കൈമാറുമ്പോൾ അവർക്ക് എന്തായാലും പാരിതോഷികം കിട്ടും. ഈ പാരിതോഷികം ആരാണ് നൽകുന്നത്, ഇവരെ ആരാണ് പുറത്തു നിന്ന് സഹായിക്കുന്നത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ഒരുപാട് നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. അഭിലാഷ്, ഒരുപാട് നിർണായകമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഇന്നലെ ഈ അറസ്റ്റിലായ ആളുകളുടെ വീടുകളിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു അന്വേഷണ സംഘം. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവർ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്ന വിവരമുണ്ടോ? മാത്രവുമല്ല, ഈ 3 പേരിൽ മാത്രം ഒതുങ്ങുമോ ഈ തടിയൻടവട നസീറിന് ലഭിച്ചിരുന്ന സഹായം? അതോ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടോ? രേണുക, കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 3 പ്രതികളുടെയും വീടുകളിൽ NIAയും പോലീസും ചേർന്ന് റെയ്ഡുകൾ നടത്തി. ഡിജിറ്റൽ രേഖകൾ, മൊബൈൽ ഫോണുകൾ, അതുപോലെ പണം, സ്വർണം തുടങ്ങിയ ഒരുപാട് രേഖകളും
വസ്തുക്കളും NIA പോലീസും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഇതും കൂടെ ചേർത്ത് ഇതിൽ നിന്ന് കിട്ടിയ ഓഡിയോ സന്ദേശങ്ങളും ഇവരുടെ ഡിജിറ്റൽ എക്യുപ്മെൻസിൽ നിന്ന് കിട്ടിയ ഓഡിയോ സന്ദേശങ്ങൾ അടക്കം പരിശോധിച്ചിട്ടാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരെ ഒറ്റയ്ക്കും ഒരുമിച്ചും ഇരുത്തിയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വരും മണിക്കൂറുകളിൽ ഒരുപാട് വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ ഒരുമിച്ചിരുന്ന് പറയുന്നതും ഒറ്റയ്ക്ക് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ NIAക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇതിൽ ലിങ്കിൽ പിടിച്ചുകൊണ്ടായിരിക്കും NIAയുടെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വരുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഡോക്ടർ നാഗരാജിൻ്റെ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ നാഗരാജിൻ്റെ നീക്കങ്ങൾ ഇപ്പോൾ NIA തേടിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ മൊബൈൽ ഫോൺ രേഖകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഞ്ചരിച്ച വഴികൾ, എങ്ങോട്ടൊക്കെയാണ് പോയത്, ആരെയൊക്കെയാണ് കണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ASI ചാൻ പാഷയുടെ അക്കൗണ്ട് വിവരങ്ങൾ, കാരണം ഇയാൾക്ക് പുറത്ത് നിന്ന് തടിയൻ്റെ നസീറിൻ്റെ കൂട്ടാളികളിൽ നിന്ന് പുറത്തുള്ള കൂട്ടാളികളിൽ നിന്ന് ഒരുപാട് പണം ലഭിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങൾ NIAക്ക് ലഭിച്ചിരുന്നു. അതനുസരിച്ചുള്ള അതിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് പുറമേ നിന്ന് ഇയാളെ സഹായിച്ചത്, അതുപോലെ തന്നെ ജയിലിനുള്ളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തിയതും അതിന് ആരൊക്കെയാണ് ഈ 3 പേരുമല്ലാതെ മറ്റാരൊക്കെയാണ് ഇയാൾക്ക് സഹായമായി നിന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടും എന്ന് തന്നെയാണ് NIA പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 3 പേരിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 3 പേരിൽ അറസ്റ്റ് ഒഴിയില്ല. കൂടുതൽ ആളുകൾ പ്രതിപട്ടികയിലേക്ക് വരും. കൂടുതൽ ആളുകൾ ഈ ഇത്തരത്തിൽ നസീറിനെ സഹായിക്കാൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ NIAയുടെ നിരീക്ഷണം. രേണുക, ശരി, തുടരുക അഭിലാഷ്. ഇപ്പോൾ നമുക്കൊപ്പം TK രാജ്മോഹൻ ചേരുകയാണ്, NIA റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ. ശ്രീ TK രാജ്മോഹൻ, ഇവിടെ ഇപ്പോൾ അറസ്റ്റിലായ 3 പേരെയും ഒറ്റയ്ക്കിരുത്തിയും കൂട്ടായും ഒക്കെ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ നിർണായകമാണ് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം ഈ ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് പദ്ധതിയിട്ട ഭീകരാക്രമണങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഇന്നലെ ഇവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നതെന്ന് അറിയുന്നു. എങ്കിൽ പോലും ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ കരുതാമോ? തീർച്ചയായിട്ടും. കാരണം ഇത് നമ്മുടെ ഏജൻസി NIA പാൻ ഇന്ത്യ ഏജൻസിയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ആ ഏജൻസിയിലത്തെ ഓഫീസേഴ്സ് ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ഓഫീസേഴ്സിൽ ഒരുപാട് പല എവിഡൻസുകളുണ്ട്. ഓൾറെഡി ഇവരെ കുറിച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ വീട്ടിൽ റൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ഡോക്യുമെന്റ്സും കാര്യങ്ങളും, പിന്നെ ഇവരെ ഫോൺ റിലേറ്റഡായ ഡോക്യുമെന്റ്സ്, പിന്നെ ഇവരെ കണക്ഷൻസ്, പിന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട്സ്, ഫൈനാൻസ്, ടെറർ ഫണ്ടിങ്, എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഓൾറെഡി ഓഫീസേഴ്സിന്റെ ഇടയിൽ, അതായത് NIAയുടെ ആ ഗ്രൂപ്പിന് ഒരുപാട് ഇൻഫർമേഷൻ ഓൾറെഡി അവരിലുണ്ട്. ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇൻട്രോഗേഷൻ നടത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും മറച്ചു വെക്കുമ്പോഴും അതിന് ബദലായിട്ട് ഒറിജിനൽ കാര്യങ്ങൾ ഓഫീസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇന്ററോഗേഷൻ പക്കേ നടക്കും. അങ്ങനെ ഇന്ററോഗേഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫർമേഷൻസ് വരും. ഈ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അവർ ഇന്ററോഗേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്ത് നമ്മുടെ കയ്യിലില്ലാത്ത പല എൻക്വയറി, പല ടിപ്സും പല റീസൺസും വരും, അല്ലെങ്കിൽ പല ഫാക്ട്സും വരും. ആ ഫാക്ട്സ് വെച്ചിട്ട് മനസ്സിലാക്കും ഇവരാരൊക്കെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജയിലിനകത്ത് ആരാ സഹായിച്ചിട്ടുണ്ട്, പല ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടോ, പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉണ്ടോ, അതെല്ലാം കൂടാതെ ഈ കോലാർ, ഈ പിന്നെ കർണാടകയിലത്തെ മറ്റു ജില്ലകളിൽ ഇതിന്റെ ആക്ടിവിറ്റി ആരൊക്കെയാണ്, അവരാരൊക്കെ സഹായിച്ചു, അവരെ ഏതൊക്കെ തരത്തിൽ ഫണ്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിൽ സഹായം കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് ഒരു ടെറോ ഇന്ററോഗേഷനും തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരും. അങ്ങനെ പുറത്തു കൊണ്ടുവരുമ്പോൾ പുതിയ ആൾക്കാരെയും പുതിയ എവിഡൻസുകളും പുതിയ അക്യൂസ്ഡ് ഒക്കെ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിനൊരു പൊളിറ്റിക്കൽ ബോസസ് ഇല്ലെങ്കിലും ഇതിന് സംഭവം ആരെങ്കിലും ഒരു മെയിൻ പവർ സെന്റർ ഉണ്ടാവും. ആ പവർ സെന്റർ ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ കഴിയുന്നത് നസീറിന് അതിന്റെ ഇമ്പോർട്ടന്റ് റോള് ഈ ഇൻഡോക്ട്രിനേഷൻ ആണ്, അതായത് റാഡിക്കലൈസ് ചെയ്യുക. അപ്പൊ ഈ റാഡിക്കലൈസ് ചെയ്യുമ്പോൾ അത്തരത്തിൽ റാഡിക്കലൈസ്ഡ് മൈൻഡായ ആൾക്കാർ ജയിലിനകത്ത് ഉണ്ടാവും. മേ ബി ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് കൺവിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ റിമാൻഡഡ് പ്രിസണേഴ്സ് ഉണ്ടാവും. കാരണം ഇതിനോട് താല്പര്യമില്ല ആൾക്കാർ. അവരെ ബിൽഡപ്പ് ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് ഫണ്ടിങ് വേണം. ആ ഫണ്ടിങ് അതിനകത്തല്ല കൊടുക്കുക, ഇവരുടെ റിലേറ്റീവ്സിന്, ഭാര്യക്കോ അല്ലെങ്കിൽ അവരുടെ മദർക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ഫണ്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിനൊരു ബെയ്റ്റ് ചെയ്താണ് ഇതിലത്തെ ഓരോ ആൾക്കാരെ
ആ ഏജൻസി അവർ കണ്ടെത്തുക. അപ്പൊ അതൊക്കെ ആ എല്ലാ ഡീറ്റെയിൽസും അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു തെറോ ഇന്ററോഗേഷനിൽ തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരും. ഈ ജയിലിനുള്ളിൽ മത തീവ്രവാദം വളർത്താനൊക്കെയുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടന്നു എന്ന് ഇതിനോടകം തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുമൊക്കെ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഇരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിനോടൊപ്പം തന്നെ ഇവർ ജയിലിൽ ഇരുന്ന് ആസൂത്രണം ചെയ്ത പദ്ധതികൾ എന്തൊക്കെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇവർ അവിടെ ഇരുന്ന് ആസൂത്രണം ചെയ്തു എന്നറിയണം. അതിലും പ്രധാനം ആരാണ് ഇവർക്ക് ഇപ്പോഴും ഈ ജയിലറയ്ക്കുള്ളിലും പരമസുഖമായി കഴിയുന്നതിനും മറ്റ് ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പുറത്തു നിന്ന് സഹായം എത്തിക്കുന്നത് എന്നത് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കും. അവരെ കൂടി വലയിലാക്കാൻ ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കാരണം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പവർ സെന്റർ ഉണ്ടാവും. അപ്പൊ ആ പവർ സെന്റർ അതിന്റെ ഏറ്റവും ടോപ്പുള്ള ഒരു പവർ സെന്റർ ആരാണ് ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും LET മാതിരിയുള്ള ചില സംഘടനകളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നതും അതിനെങ്ങനെയാണ് ഫൈനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഫൈനാൻസ് ചെയ്യുക? അപ്പൊ അങ്ങനെ ചെയ്തതിന് ശേഷം കർണാടകയിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തോ വല്ല ഓപ്പറേഷൻസും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും. കാരണം ഇപ്പോൾ ഓൾറെഡി ഈ 3 അക്യൂസ്ഡിനെ അവർ തീർച്ചയായിട്ടും NIA-യിലത്തെ ഇന്ററോഗേഷൻ റൂംസ് ഒക്കെ ഉണ്ട്. ആ ഇന്ററോഗേഷൻ സെല്ലിൽ വെച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പലതരത്തിലും അവരുടെ എല്ലാ മൂവ്മെന്റ്സും വാച്ച് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് ഈ ഇന്ററോഗേഷൻ റൂമാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരാളെ ചെയ്യും, 2 ആളെ ഇരുത്തി ചെയ്യും, 3 ആളെ ഇരുത്തി ചെയ്യും. അപ്പം കോൺഫ്രണ്ടേഷൻ വരും. ഇത് ടെക്നിക്കാണ്. അപ്പൊ ഈ ടെക്നിക്കിൽ കൂടി നല്ല തെറോ ഇന്ററോഗേഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും പല ഇൻഫർമേഷൻസ് വരും. അപ്പോൾ അതിൽ നിന്ന് എല്ലാ വിവരങ്ങളും NIA കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ TK രാജ്മോഹൻ, ഇവിടെ ഇപ്പോൾ സൈക്കാട്രിക് ഡോക്ടർ നാഗരാജ്, ഒപ്പം തന്നെ ഒരു ASI, പിന്നീട് ഒരു പ്രതിയുടെ അമ്മ, ഈ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ തീവ്രവാദ കേസിൽ ഉൾപ്പെട്ടുള്ള ഒരു വ്യക്തിക്ക് സഹായം ലഭിക്കാൻ ഈ ഒരു 3 വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ അത് സാധ്യമാകുമോ? സിസ്റ്റത്തിന്റെ ഭാഗമായ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യത എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ 3 ആളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലല്ലോ, ഷുവർ ആണല്ലോ. കാരണം ഒരു സൈക്കാട്രിസ്റ്റും അതുപോലെ തന്നെ ഈ പോലീസുകാരുടെ റോൾ പറഞ്ഞാൽ അയാളാണ് ഈ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പല ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആളായിരിക്കും അയാൾ. അപ്പൊ അയാൾ ഇതിന്റെ ഒരു റാഡിക്കലൈസ് ചെയ്ത ഒരാളായിരിക്കാം. ഇവർ 2 ആളും അല്ലെങ്കിൽ അവരുടെ ഒരു അക്യൂസ്ഡിന്റെ എബ്സ്കോണിംഗ് അക്യൂസ്ഡ് ജുനൈദ്, അയാളുടെ ഉമ്മയും മാത്രം കൊണ്ട് തീരില്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഇതിന് കാര്യമായ ബാക്കപ്പും കാര്യമായ പ്ലാനിങ്ങും ഉണ്ട്. അപ്പൊ പ്രോപ്പർ പ്ലാനിങ് നിർബന്ധമായിട്ട് ഇതിലുണ്ട്. അപ്പൊ ആ പ്ലാനിങ് അങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എക്സ്പ്ലോസ് ചെയ്തത് എവിടെ നിന്ന് കിട്ടി, ഫണ്ട് എവിടെ നിന്ന് വന്നു, അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അവരുടെ ഫോൺ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അതുമായി ഫോണായിട്ട് ആരൊക്കെ ബന്ധപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പം ഇത് അന്വേഷണത്തിന്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമേ ആയുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ ഡീപ്പായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ കർണാടക ജയിലിനകത്തും കേരള ജയിലിനകത്തും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലത്തെ മറ്റ് ജയിലിനകത്തും ഇപ്പോഴുള്ള തീവ്രവാദികൾ ആരൊക്കെയാണ്, അവരുടെ റോൾ എന്താണെന്നും പിന്നെ പുറത്തുള്ള സ്ലീപ്പർ സെൽസ് ആരാണെന്നും അവര് ആരൊക്കെയാണ് ഇവരെ സഹായിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും തീർച്ചയായിട്ടും ഈ 3 ആളെന്നും അവരുടെ കറസ്പോണ്ടിങ് ആയ രേഖകളെന്നും അവരെ കറസ്പോണ്ടിങ് ആയ മറ്റ് ഡോക്യുമെന്റ്സും തീർച്ചയായിട്ടും അന്വേഷണ കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ TK രാജ്മോഹൻ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയതിൽ മുൻനിരയിലുള്ള വ്യക്തിയാണ്. ജയിലിനുള്ളിലും വലിയ രീതിയിലുള്ള പരമസുഖത്തിൽ കഴിഞ്ഞു വരുന്നത്. മാത്രവുമല്ല, ജയിലിനുള്ളിൽ ഇരുന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതിന് സിസ്റ്റത്തിന്റെ ഭാഗമായവരിൽ നിന്ന് തന്നെ സഹായങ്ങൾ ലഭിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം. എന്തായാലും അവരെ പിൻപറ്റിയുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. വീടുകളിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ അവരെ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു. അവരിൽ നിന്ന് പല വിവരങ്ങളും അന്വേഷണ സംഘം ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇന്നത്തെ വിവരം. വാർത്തയുടെ വിശദാംശങ്ങളാണ് അഭിലാഷ് നൽകിയത്. അതിനോടുള്ള പ്രതികരണമാണ് ശ്രീ TK രാജ്മോഹൻ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം